പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഹല്ലേലൂയ ആമേൻ ജൂലൈ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തി. കർത്താവ് നമ്മളെ സംരക്ഷിച്ചു. അതിനായിട്ട് കരമുയർത്തിക്കൊണ്ട് കർത്താവിനോട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചില്ലേ കർത്താവ്? അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്തേ. കർത്താവെ, രാത്രി നല്ല സ്വസ്ഥമായി ഉറങ്ങുവാൻ അങ്ങ് സഹായിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. തിരുവഴുത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവിൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവുള്ളവനും തന്നെ. ആ കർത്താവിനെ ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. എന്താണ്? കരുണയും കൃപയുമുള്ള ദൈവത്തെ, ആമേൻ, ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അതിന് 11-ാമത്തെ വാക്യം പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് എന്നോട് വലുതായിരിക്കുന്നു. കരമുയർത്തി പറ, ആമേൻ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ ദയ എന്നോട് വലുതായിരിക്കുന്നു. ആമേൻ. 13-ാമത്തെ വാക്യം പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ആമേൻ യഹോവയ്ക്ക് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയമുള്ള നമ്മുടെ പിതാവിനെ ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വല്ലഭനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ കരുണ വലുതാകുന്നു. ഞങ്ങൾ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കുവാൻ അങ്ങ് ഈ ഒരു പദവി തന്നതിനായിട്ട് സ്തോത്രം. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവിക സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആമേൻ. എല്ലാ ബലഹീനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല ബലഹീനതകളും മാറി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി തീരട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. ജോലി വിഷയങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ കാണുവാൻ സഹായിക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കർത്താവേ, അവരുടെ ഭാവി കാര്യങ്ങളിൽ അങ്ങയുടെ കരുണയുണ്ടാകണം, കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഈ വെള്ളിയാഴ്ച നടക്കുന്ന ആരാധനകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി മിഡിൽ ഈസ്റ്റിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ആത്മാവിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള തിരുവെഴുത്ത് പ്രകാരം അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഒരു ആത്മമഴയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ. അത്യന്തികമായ ശക്തിയോടെ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ സഭായോഗങ്ങളും ആമേൻ, ഇന്നത്തെ ആരാധനകളും ഏറ്റവും ബ്ലെസ്ഡ് ആയി തീരട്ടെ. സ്പെഷ്യലി നമ്മുടെ ആരാധനയും കർത്താവെ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന ആരംഭിക്കുന്ന ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ ആമേൻ ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരുന്നു. ഈ പ്രഭാതയാമത്തിൽ 3-ാം തീയതി പ്രഭാതത്തിൽ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ പറയാം, സഹോദരന്മാരെ, അതായത് ദൈവമക്കളോട് പറയുന്നൊരു ദൂത, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന, അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. അതായത് വഴി മാറി നടക്കുന്നവരെ, ക്രമം തെറ്റി നടക്കുന്നവരെ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വം. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കർത്താവിൽ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമാണ്. പലരും ഇത് ചെയ്യാറില്ല. പലരും പറയും, അവൻ പോയ വഴിക്ക് അവൻ പൊക്കോട്ടെ. അങ്ങനെ പോകാനല്ല, വിടാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിക്കണം. പ്രത്യേകിച്ച് തെസ്സലോനിക്കയിലെ സഭയോട് പറയുക, സഭയ്ക്കകത്തിരിക്കുന്നവൻ ക്രമം കെട്ട് പോയി കഴിഞ്ഞാൽ അവനോട് എന്ത് ചെയ്യണം? അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. അടുത്തത് രണ്ടാമത് പറയുന്നത്, ഉൾക്കരുത്തില്ലാത്തവനെ ധൈര്യപ്പെടുത്തുവിൻ. നമ്മുടെ ഇടയിൽ ഈ ഉൾക്കരുത്തില്ലാത്തവരുണ്ടാകാം, ഇന്നർ സ്ട്രെങ്ത് ഇല്ലാത്തവരിലുണ്ടാകാം. അവരോട് എന്ത് ചെയ്യണം? അവരെ ധൈര്യപ്പെടുത്തുവിൻ. അടുത്തത് ബലഹീനരെ താങ്ങുവിൻ. അപ്പം ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. നമ്മൾ വെറുതെ ആരാധനയ്ക്ക് പോയി ആരാധന കൂടി പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അവിടെ കർത്താവ് ചില പേഴ്സണൽ മിനിസ്ട്രി നമ്മളെ ഏൽപ്പിക്കുക. എന്താണ് ആ വ്യക്തിപരമായ ശുശ്രൂഷ? ഒന്ന്, ക്രമം കെട്ട് നടക്കുന്നവനെ എന്ത് ചെയ്യണം? അവനെ പ്രബോധിപ്പിക്കണം. ഉൾക്കരുത്തില്ലാത്തവനെ അവനെ ധൈര്യപ്പെടുത്തണം. ബലഹീനനായിരിക്കുന്നവനെ താങ്ങണം. വിശ്വാസത്തിൽ ബലഹീനനായിരിക്കാം. ഏതെങ്കിലും വിധത്തിൽ അവൻ വീക്കാണോ, നമ്മളാലാകുന്ന രീതിയിൽ അവനെ താങ്ങി നിർത്തുവാൻ ശ്രമിക്കണം. മനസ്സിലായോ? എന്നിട്ട് പറയാം, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. എല്ലാവരോടും ദീർഘക്ഷമയോട് ഇടപെടും. നമ്മൾ പറയും, അത് ശരിയാകത്തില്ല, അവനൊന്നും നന്നാകാൻ പോകുന്നില്ല, അങ്ങനെ പറയില്ല. എല്ലാവരോടും ദീർഘക്ഷമയോടുകൂടെ കർത്താവ് നമ്മളോട് ദീർഘക്ഷമയോടുകൂടെ ഇടപെട്ടതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ദീർഘക്ഷമയോടുകൂടെ ഇടപെടണം. അടുത്തത് പറയുന്നു, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. ആരും എന്ത് ചെയ്യരുത്? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കണം. ഒരുത്തൻ എന്നോട് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനും അവനോട് അത് തന്നെ ചെയ്യും എന്ന് ചെയ്യരുത്. ദോഷം ചെയ്തതിനോട് ദോഷം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചവനെ ഞാനും ഉപദ്രവിക്കും, എനിക്കെതിരെ സംസാരിച്ചതിനോട് ഞാനും എനിക്കെതിരെ സംസാരിക്കും. നോ, അതല്ല കർത്താവ് ആഗ്രഹിക്കും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പിൻ. അടുത്തത്, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കുവാനും കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു. വളരെ സിമ്പിളായ ചില ഉപദേശങ്ങളാണ് തന്നിരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിൽ ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമ്മൾ ആലയത്തിൽ പോകുന്നുണ്ടാകാം, ദൈവത്തെ ആരാധിക്കുന്നുണ്ടാകാം, വേദപുസ്തകം വായിക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മളിത് ചെയ്യാറുണ്ടോ? എന്താ പറഞ്ഞത്? ക്രമം കെട്ട് നടക്കുന്നവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. 1. 2, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. 3, ബലഹീനരെ താങ്ങണം. 4, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ആർക്കും, 5-ാമത് പറയുന്നത്, ആരോടും തിന്മയ്ക്ക് പകരം എന്ത് ചെയ്യരുത്? തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. അത് ലോകമനുഷ്യൻ ചെയ്യുന്ന, അവൻ എന്നോട് ചെയ്തതുപോലെ ഞാനും അവനോട് ചെയ്യും. നമ്മളങ്ങനെ ആകരുത്. എന്നിട്ട് പറയും, തമ്മിലെല്ലാവരോടും എപ്പോഴും എല്ലാവരോടും എപ്പോഴും എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. അന്യോന്യം നന്മ ചെയ്യുന്നവരായിരിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തിരുവെഴുത്ത് ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ കേട്ടു. കർത്താവ് വെറുതെ കേട്ട് കളയുവാനിട വരാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലാക്കുവാൻ, അനുദിന ലൈഫിൽ ഞങ്ങളുടെ ഓരോ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് തന്ന നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, അവനെൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തിരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you.